ജീവിതത്തിൽ വീഴ്ചകൾ തളർത്തിയേക്കാം. പക്ഷേ തോറ്റുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ വിജയത്തിന് നിങ്ങളുടെ മുന്നിൽ വഴിമാറേണ്ടി വരും എന്നതിന് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എബ്രഹാം ലിങ്കൺ. ഒരു കൊച്ചു തടിപ്പുരയിൽ ജനനം. ദാരിദ്ര്യം കാരണം ഔദ്യോഗിക വിദ്യാഭ്യാസം പോലും ഇല്ലാതിരുന്ന ഒരു ബാലൻ. കടലാസും പേനയും വാങ്ങാൻ പണമില്ലാത്തതിനാൽ തടിപ്പലകയിൽ കരിഷ്ണം കൊണ്ട് എഴുതി പഠിച്ചവൻ. തെരുവ് വിളക്കിന്റെ വെളിച്ചത്തിൽ പുസ്തകങ്ങൾ വായിച്ചു തീർത്തവൻ. ജീവിതത്തിൽ ചെയ്ത ബിസിനസ്സുകൾ തകർന്നു. തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റു. സ്നേഹിച്ചവരൊക്കെ വിട്ടുപിരിഞ്ഞു. പക്ഷേ പരാജയങ്ങളെല്ലാം അദ്ദേഹം വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റി. ഒടുവിൽ അമേരിക്കയുടെ 16ാമത് പ്രസിഡന്റായി ആ കസേരയിൽ ചെന്നിരുന്നു. ജനങ്ങളുടെ, ജനങ്ങളാൽ, ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണ സംവിധാനം എന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും മഹത്തായ നിർവചനം ലോകത്തിന് നൽകിയത് എബ്രഹാം ലിങ്കണാണ്. വംശീയതയുടെയും അടിമത്തത്തിന്റെയും ചങ്ങലക്കെട്ടുകളിൽ കിടന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് മോചനം നൽകി അദ്ദേഹം ചരിത്രം തിരുത്തി കുറിച്ചു. ആ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ തികച്ചും വിചിത്രമായ ഒരു സംഭവമുണ്ടായി. കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് താൻ വധിക്കപ്പെടുന്നതായി അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നു. വൈറ്റ് ഹൗസിലെ ഒരു മുറിയിൽ ശവശരീരം കിടത്തിയിരിക്കുന്നതായും ആളുകൾ കരയുന്നതായും കണ്ട ആ സ്വപ്നത്തിൽ ആരാണ് മരിച്ചത് എന്ന് ലിങ്കൺ ചോദിക്കുമ്പോൾ പ്രസിഡന്റ് അദ്ദേഹം വധിക്കപ്പെട്ടു എന്നായിരുന്നു മറുപടി. ഈ സ്വപ്നം കണ്ട് അധികം വൈകാതെ 1865 ഏപ്രിൽ 14-ന് വാഷിംഗ്ടണിലെ ഫോർഡ്സ് തിയേറ്ററിൽ അവർ അമേരിക്കൻ കസിൻ എന്ന നാടകം കണ്ടുകൊണ്ടിരിക്കെ ജോൺ വിൽക്സ് ബൂത്ത് എന്നയാളുടെ വെടിയേറ്റ് ആ നേതാവ് പിടഞ്ഞു വീണു. നിങ്ങളുടെ ഭാവി പ്രവചിക്കാനുള്ള ഏറ്റവും നല്ല വഴി അത് സ്വയം നിർമ്മിക്കുക എന്നതാണ് എന്ന് ലിങ്കൺ പറഞ്ഞിട്ടുണ്ട്. സാഹചര്യങ്ങളെ പഴിചാരാതെ സ്വന്തം വിധിയെ സ്വന്തം അധ്വാനം കൊണ്ട് തിരുത്തി എഴുതിയ ലിങ്കണിന്റെ ജീവിതം നമ്മോട് പറയുന്ന സന്ദേശവും ഇത് തന്നെയാണ്. നിങ്ങളുടെ വഴിയിൽ എത്ര വലിയ ഇരുട്ടുണ്ടായാലും പോരാടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ അവിടെ ഒരു വെളിച്ചം നിങ്ങൾക്ക് തന്നെ തെളിയിക്കാനാകും. തോൽവികളിൽ തളരാതിരിക്കുക, തനിയെ മുന്നേറുക.